എയർ ട്രാഫിക് കൺട്രോളിലുണ്ടായ തകരാറുകൾ കാരണം ഡൽഹിയിൽ നൂറുകണക്കിന് വിമാനങ്ങളുടെ പോക്കുവരവ് തടസ്സപ്പെട്ടു. രാത്രി വൈകി പ്രശ്നം പരിഹരിച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങൾ എവിടെയാണെന്ന് എയർ ട്രാഫിക്കിലെ ഉദ്യോഗസ്ഥർക്ക് അറിയാൻ പറ്റുന്ന GPS സംവിധാനമാണ് തകരാറിലായത്. റേഷൻ കാർഡും ശൗചാലയവും ഇല്ലാതെ ആകെയുള്ള ഒറ്റമുറി കൂരയിൽ 4 സെന്റ് സ്ഥലത്തിന് രേഖകളില്ലാതെ 2 സഹോദരിമാർ അതിദാരിദ്ര്യമുക്ത കേരളത്തിൽ താമസിക്കുന്നതായി റിപ്പോർട്ട്. പാലക്കാട് രാമശ്ശേരി പച്ചക്കുളമ്പിൽ നിന്നാണ് ഈ യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തെരുവുകളിൽ നായയെ കാണാൻ പാടില്ല എന്ന സുപ്രീം കോടതി ഉത്തരവ് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകുമ്പോൾ ഭരണക്കാർക്ക് വൻ തലവേദനയാകുന്നു. അലഞ്ഞുതിരിയുന്ന നായകളെയും മറ്റ് മൃഗങ്ങളെയും ഷെൽട്ടറിലാക്കണം എന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 57ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് തുടരുമ്പോൾ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തങ്ങളായ ശാസ്ത്ര നിരീക്ഷണങ്ങൾ കൗതുകമുയർത്തി വാർത്താ പ്രാധാന്യം നേടുന്നു. ഹൃദയാഘാതം മൂലം മരിച്ച പന്മന സ്വദേശി വേണുവിന് മതിയായ ചികിത്സ നൽകിയെന്ന ഡോക്ടർമാരുടെ വാദത്തിന്മേലുള്ള അന്വേഷണ റിപ്പോർട്ട് ഈ തിങ്കളാഴ്ച സമർപ്പിക്കും. ഇതേസമയം രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സംവിധാനമൊരുക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. തിരഞ്ഞെടുപ്പിന് നേരമെടുത്തപ്പോൾ UDFിലും LDFിലും BJPയിലും തർക്കങ്ങളും പിണക്കവും പാർട്ടി മാറലും ശക്തമായി തുടരുന്നു. ഘടകകക്ഷികൾ തമ്മിലും പാർട്ടികൾക്കുള്ളിൽ തന്നെയും അസ്വാരസ്യം പുകയുന്നതായിട്ടാണ് വാർത്തകൾ. ഭൂമി തരം മാറ്റി നൽകുന്നതിലും ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിലും സംസ്ഥാനത്ത് വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി. ഇന്ന് പുലരുവോളം 69 ഓഫീസുകളിൽ തുടർന്ന പരിശോധനയിലാണ് വിജിലൻസിന് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനായത്. തിരുവനന്തപുരത്ത് നേമം സഹകരണ ബാങ്ക് അഴിമതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിന്നൽ പരിശോധനയ്ക്കെത്തി. പുറത്ത് CRPF കാവലിൽ ബാങ്കും ഭരണസമിതി അംഗങ്ങളുടെ വീടുകളും 12 മണിക്കൂറുകളോളം 15 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം അരിച്ചുപെറുക്കി. കേരള സർവകലാശാലയിൽ കാര്യവട്ടം ക്യാമ്പസിലെ ജാതി അധിക്ഷേപത്തെപ്പറ്റി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. സംസ്ഥാനത്താകെ നടന്നിരിക്കുന്ന മെഗാ ജോലി തട്ടിപ്പ് അന്വേഷിക്കാൻ ഇടുക്കി SP-യുടെ മേൽനോട്ടത്തിൽ സംഘം രൂപീകരിച്ചു. ശ്രീചിത്ര മെഡിക്കൽ സയൻസസിലും PSCയുടെയും വ്യാജ അഡ്വൈസ് മെമ്മോ വരെ നൽകി ലക്ഷങ്ങൾ തട്ടിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി രാജേഷാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് അനുകൂല പ്രതികരണം. രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി നടത്തുന്ന ഈ നിയമനം സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജയകുമാർ നേരത്തെ ദേവസ്വം ബോർഡ് ചീഫ് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനി മദർ ഏലീശ്വായെ ഇന്ന് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. വല്ലാർപാടം ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ മലേഷ്യയിലെ പെനാങ് അതിരൂപത അധ്യക്ഷൻ കർദിനാൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പ്രഖ്യാപനം നടത്തും. ബോഡി ഷെയ്മിംഗ് നടത്തിയ യൂട്യൂബർക്കെതിരെ മലയാളി നടി ഗൗരി ജി കിഷന്റെ പ്രതികരണം വൈറലായി. ചെന്നൈയിലെ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് നടത്തിയ പ്രതികരണം മലയാളം തമിഴ് ചാനലുകൾ സംപ്രേഷണം ചെയ്തു. തിരുവനന്തപുരം മൃഗശാലയിൽ കുരങ്ങുകൾ തമ്മിലുള്ള അടിപിടിയിൽ ആൺ സിംഹവാലൻ കുരങ്ങ് ഇന്നലെ ചത്തു. 23 വയസ്സുള്ള രാമനാണ് കടിപിടിക്കിടയിൽ മരണപ്പെട്ടത്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.